വസു വസു ഉറങ്ങിയോ? ഇല്ല. ഒരു ദിവസത്തെ ലീവേ ഉള്ളൂ. ശേഖരാ, അമ്മ ഉറങ്ങിയില്ല. വസു ഒരു ദിവസത്തെ എടാ ശേഖരാ, ലീവ് തീർന്നു. ശേഖരാ. ഇനി നീ എന്നാ വരുന്നേ? അടുത്ത മാസം. ആ, അപ്പൊ എനിക്കൊരു പുതിയ കണ്ണടയും കൂടി കൊണ്ടുവരണം. ആ നാരി ജന്മത്തിലെ മങ്കമ്മി, നാരി ഒരു സാന്ത്വനത്തിലെ പിപ്പി ഒന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ലടാ. ഒരു മങ്ങളി കേട്ടോടാ. അമ്മ ഇപ്പൊ കിടന്ന് ഉറങ്ങുന്നുണ്ടോ? സ്വസ്ഥമായിട്ട് ഉറക്കക്കുളി ഞാൻ കലക്കി കൊടുക്കും. അമ്മേ, ഒരു ദിവസത്തെ ലീവേ ഉള്ളൂ. சேட்டா வாங்க வாங்க. നാട്ടിലെ என்ன സമാചാരം ചേട്ടാ? എന്ത് സമാചാരം? എന്നും ഉള്ളത് തന്നെ. അമ്മയെ ഡോക്ടറെ കാണിച്ചു, മൂത്ത ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടുപോയത് വിട്ടു. சேட்டா சேட்டா, இன்னைக்கு சாயந்தரம் 8 மணிக்கு சன் டிவில தலைவர் எம்ஜிஆர் படம் போடுறாங்க. அது எனக்கு നോക്കണം. പാക്ക് എങ്ക പോയി ഞാൻ മേടിക്കുന്നത്? പാക്കല്ല, പോയി സിനിമ കാണാം. വേഗം ജോലിയൊക്കെ തീർത്ത് നമ്മുടെ ഹരിഹരസ്വാമിയുടെ ഫ്ലാറ്റിൽ ചെന്ന് കാണാം. അയ്യോ, அந்த மாமி வீட்டுக்கா? என்னால முடியாது சாமி. உட்கார்ந்தா குத்தம், நின்னா குத்தம், நடந்தா குத்தம், உள்ள வந்தா குத்தம், வெளியில போனா குத்தம். அங்க படம் നോക്ക முடியாது. എനിക്കൊന്നും മനസ്സിലായില്ല. பார்க்க முடியாதுன்னு பறஞ்சனுங்க. ஆமாப்பா, அந்த ஐயரമ്മ ரொம்ப தொல்லையா இருக்கும். D20 വാടകയ്ക്ക് കൊടുക്കാതിരിക്കുന്ന ഫ്ലാറ്റ് അവിടെ പോയി കണ്ടോ? അയ്യോ, അങ്ക ரொம்ப ഡസ്റ്റ് ആയിരിക്കും. നീ ക്ലീൻ ചെയ്തോ? കാശ് ഞാൻ തരാം. ഇതാനപ്പാ, സൂപ്പറാപ്പാ. പോടാ. ചേട്ടാ, ചവിട്ടിയെ പിടിച്ചാൽ ഞാൻ നിർത്തിക്കോളാം. അതിന് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി. എനിക്കും വണ്ടിക്കും നല്ല കൺട്രോളാ. നിയന്ത്രിക്കേണ്ടവർ നിയന്ത്രിക്കേണ്ട സമയത്ത് നിയന്ത്രിച്ചില്ലെങ്കിൽ യാതൊരു നിയന്ത്രണാവിന്റെ നിയന്ത്രണം വിടും. നിയന്ത്രണം വിട്ടോന്നൊരു സംശയം. അല്ല, ഇത് ഡിംലാർക്കാണല്ലോ. ടോട്ടൽ ഡാർക്കിലാണല്ലോ. വല്ലി, വളരെ പൊന്നുമണി പറയ്ക്കോ. പട്ടിയും കൂട്ടയും ചാക്കുമൊക്കെ എടുത്തോ. ഡില്ലാക് സാർ വന്നു. ശരി ശരി ശരി. ഇതിന്റെ അകത്ത് നല്ല ബെസ്റ്റ് പൊരിച്ച മീനുണ്ട്. അത് ഉണക്കി അല്ല, ഈ ഉണക്ക മീനുണ്ട്. അത് പൊരിച്ചെടുക്കണം. പൊരിച്ചെടുക്കാൻ പറ്റിയ പരുവത്തിലല്ലേ വരവ്. ഈ മനുഷ്യൻ എന്നെ നാണം കെടുത്തി അടങ്ങും. നാണം കെടുത്തത് കഷ്ടം കാത്തി ബ്ലൗസ് ഇട്ടേക്കണം. നീയാ? അതെ, ഞാനാ? എന്റെ കർത്താവേ, നാളെ കാലത്ത് ഞാൻ ഇങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും. രണ്ട് കണ്ണുകൊണ്ട് നോക്കണേ. പോരെങ്കിൽ കണ്ണട വെച്ച് നോക്ക്. എന്റെ കണ്ണിനല്ല കുഴപ്പം, നിങ്ങളുടെ തലയ്ക്കാ കുഴപ്പം. അതേടി, എന്റെ തലക്ക് കുഴപ്പമോടി. അതുകൊണ്ടാണല്ലോ നിന്നെ പോലത്തെ ചരക്കിനെ കെട്ടിയെടുത്തത്. നിന്റെ ആഫീസറുകളേക്ക് ആഫീസിന് മതി. ഇത് വീടോ? ഇവിടുത്തെ ആഫീസർ ഞാനാണ്. പറഞ്ഞത് കേട്ടില്ലേ? കൊണ്ടുപോയി പൊരിക്കണി. കൊണ്ടുപോയി പൊരിക്കണി. പൊരിക്കില്ല. പൊരിക്കില്ലേ? ഇല്ല. പൊരിക്കില്ലോടി. കുമ്പളാക്കി അറിഞ്ഞോലോടി. അയാളുടെ വെള്ളമടി കാരണം ഇതൊക്കെ നടക്കുന്നു. ഒരു ദിവസത്തേക്കായി ഓടി, ഒരാഴ്ചത്തേക്കുള്ള വാങ്ങിയായി. ഇതൊക്കെ കണ്ട് ഇവിടെ തലകുത്തി മറിഞ്ഞ് വല്ല കോച്ചോ കൊളുത്തോ വന്ന എണ്ണയും തൈലമൊക്കെ വാങ്ങിച്ചാൽ എന്റെ കാശില്ല പറഞ്ഞേക്കാം. നിന്റെ തള്ള വല്ലിയായിരിക്കും. രണ്ട് വായ തുറന്നു കൊടുക്ക്.
തൊറയപ്പ ഇങ്ങനെ പോയാൽ എന്നെ തറയപ്പനാക്കും. ആ ഏ? ദൈവമേ. വാച്ച്മാൻ ആണെന്ന് പറഞ്ഞപ്പോ ഇത്രയും വലിയ സെറ്റപ്പ് ഉണ്ടെന്ന് വിചാരിച്ചില്ല മാവ. ഇതേ പിള്ളേരെ മാവ. ഇവിടുത്തെ വാച്ച്മാന്റെ പിള്ളേരാ TV ആണെന്നാ. അതെന്റെ അമ്മയോട് പോയി പറയും ഇങ്ങോട്ട് വരേണ്ട കറണ്ട് ഇല്ല. ഇറങ്ങാനോ? ഇപ്പൊ ഒന്ന് കേറുള്ളൂ അമ്മാവ. കുറച്ചു കഴിഞ്ഞിട്ടാ. റെസ്റ്റ് എടുക്കാൻ പോകണം, വല്ലതും കഴിക്കണ്ടേ? ഞാൻ ഒറ്റത്തടി ആയതുകൊണ്ട് ഇവിടെ പാചകമില്ല. ഇവിടെ അടുത്തൊരു കടയും ഇല്ല. സാരമില്ല, നമുക്ക് അങ്ങ് ദൂരെ കടയിൽ പോയി കഴിക്കാം. നിന്റെ കാശുണ്ടല്ലോ. അമ്മാന്റെ അടുത്ത് കാശുള്ളപ്പോ എനിക്കെന്തിനാ? എന്താ നിന്റെ ഉദ്ദേശം? നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്ന്? നാട്ടിൽ തൊഴിലൊന്നുമില്ലാതെ വന്നപ്പോ കടവായി, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. കടക്കാര് പിന്നാലെ കൂടി, ആകെ നാണക്കേടായി. നാട്ടുകാരുടെ മുന്നിൽ മാനരക്ഷിക്കാൻ ചേച്ചിയുടെ വളയടിച്ച് മാറ്റി വിറ്റ് കടം തീർത്തു. ആ മോഷണം പിടിക്കപ്പെടുന്നായപ്പോ വീട്ടുകാരുടെ മുന്നിൽ മാനരക്ഷിക്കാൻ വേണ്ടി നാട് വിട്ടു. ദാറ്റ്സ് ഓൾ. സോ സിമ്പിൾ. സോ സിമ്പിൾ. അതിരിക്കട്ടെ, നിനക്ക് എന്റെ ഇവിടുത്തെ അഡ്രസ് എങ്ങനെ കിട്ടി? അതൊരു ഭഗീരഥ പ്രയത്നമായിരുന്നു മാവ. പറയാം, ചുരുക്കി പറ. വസുമതി അമ്മായോട് പലവട്ടം അമ്മാവന്റെ അഡ്രസ് ചോദിച്ചു. പലതും പറഞ്ഞൊഴിഞ്ഞു. എന്റെ നമ്പറിലൊന്നും അമ്മായി വീണില്ല. ഹോ, അതങ്ങനെ വീഴും. ഈ അമ്മാവന്റെ അല്ലേ ഭാര്യ. ഒടുവിൽ പണ്ടെപ്പോഴോ അമ്മാവനൊരു കത്ത് അമ്മായി പോസ്റ്റ് ചെയ്യാൻ തന്നിരുന്നു. ഞാനത് പൊട്ടിച്ചു വായിച്ചു. ഉഗ്ര പരമലേഖനം. ആ അഡ്രസ് എന്റെ പക്കലുണ്ടായിരുന്നു. എല്ലാം കറക്റ്റ് ആയിരുന്നു. എന്റെ നല്ല കാലം, എന്റെ കഷ്ടകാലം. என்னங்க உங்களுக்கு ஊர்ல ஒரு சிஸ்டரும் அவங்களுக்கு இப்படி ஒரு அருமையான மருமகனும் இருக்குன்னு பறஞ்சதே இல்லല്ലോ. അത് വലിയ ഞാൻ சொல்ல മറന്ന കഥ. അങ്ങനെ ഓർമ്മിച്ച് പറയാൻ തുടങ്ങിയ പല പല ബന്ധങ്ങളുടെ ശേഖരങ്ങൾ ഈ ശേഖരമ്മാവന് പറയേണ്ടി വരും. എന്റെ അമ്മായി. അമ്മായിയോ? ആ സെക്യൂരിറ്റി ജബാൽ എന്നെ അമ്മായിനെ പരിചയപ്പെടുത്തി തന്നു. എന്നെ വലിയ അമ്മായി. താങ്ക് യു. തീക്കട്ടയിൽ ഉറുമ്പരിക്കാൻ തുടങ്ങിയോ? എടാ കുക്കു ജയബാല, നീ ചതിച്ചു. ഉഗ്രൻ ചാപ്പാടാണല്ലോ. ഡെയിലി ഇങ്ങനെയാ? ഓ, ഡെയിലി ഒന്നുമില്ല, வல்லபோல இல்ல, ஆഴ്ചக்கு 2 ദിവസം இருக்கும். ஆண்டவா, அந்த டில்லார் சாருக்கு தீர்க்காயுசு கொடுக்கணும். சேட்டா சேட்டா, அந்த டில்லாருக்கு தினமும் ஒரு ஆப்ப வாங்கி தள்ளுங்க. ഡില്ലാർക്കാ? ആപ്പാ? ആപ്പല്ല, ഹാഫ്. ஆமா. அனுஜா, டேஸ்ட் எப்படி? ടേസ്റ്റാ? அது அது ருச்சி ருச்சி. നല്ല രുചി. നന്നായിട്ടുണ്ടോ അമ്മായി? தேங்க்ஸ். ഡോണ്ട് മെൻഷൻ. നന്നാവും. ഓസിന് കിട്ടിയ ആസിഡിന് വരെ നല്ല രുചി വന്നു. അവിടെ ഉണ്ണിക്കുട്ടനും സരളമോളും ചക്കപ്പുഴുക്ക തിന്നുന്നത്. ചക്ക പുഴുത്തതല്ല, ചക്ക പഴുത്തത്. നാട്ടിലിപ്പോ ചക്കയുടെ സീസൺ അല്ലല്ലേ? எனக்கு ஊர்ல இருந்து வரும்போது ஒரு சக்கை கொண்டு வா. നാട്ടിൽ പോയിട്ട് വേണ്ടേ ചക്ക കൊണ്ടുവരാൻ. അമ്മ ചക്കൻ കറി കഴിച്ചാൽ നല്ല ടേസ്റ്റ്.